ഹായ്, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും മറക്കരുത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ച വശം തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ അത് ഒഴിഞ്ഞാൽ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ പണിയൊക്കെ പാളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കിത് ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒഴിച്ചു, കറിക്കുള്ളതൊക്കെ സെറ്റാക്കി വെച്ചു. നാളികേരപ്പാൽ ഒഴിച്ചിട്ട് വയ്ക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ നാളികേരമൊക്കെ ചിരകി പാലൊക്കെ പാലും രണ്ടാം പാലൊക്കെ പിഴിഞ്ഞു മൂന്നാം പാൽ ഞാൻ ഇത് കറിയിലേക്കാണ് കേട്ടോ ഒഴിച്ചത്. കുടംപുളി ഇട്ടിട്ടാണല്ലോ വെക്കുന്നത്, അപ്പം പുളി പിഴിഞ്ഞ ആ ഒരു ഇതുണ്ടാവും, അതില്ലല്ലോ. അപ്പം ഞാൻ മൂന്നാം പാലൊക്കെ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു. ഇന്നലെ ഏട്ടൻ രാത്രി വരുമ്പോൾ മാന്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു പ്രാവശ്യം വയ്ക്കാനും വറക്കാനും ഉള്ളത് ഞാൻ അപ്പം തന്നെ തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കിയുള്ളത് തോലൊന്നും കളയാതെ കഴുകിയിട്ട് കല്ലുപ്പിട്ടിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചു. അത് ഉണക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചോറിനുള്ള വെള്ളം വെച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്കും ഒരു വിറക് മുന്നത്തെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ആ വിറക് കത്തുന്ന വരെ അങ്ങനെ കത്തി. ബാക്കി പുതിയ വിറകായപ്പോഴേക്കും കത്തണില്ല കേട്ടോ, ഉണക്കം കുറവാണ് ആ വിറക്. അപ്പോൾ പിന്നെ പുകഞ്ഞിട്ട് ആകെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ നല്ല വേവുള്ള അരി നോക്കിയിട്ട് അടുപ്പത്തിടുകയും ചെയ്തു. നോക്കിയിട്ട് നല്ല എത്ര നാളും നമ്മൾ റൈസ് കുക്കറിൽ വെക്കണ കാരണം കൊണ്ട് ഞാൻ വേവുള്ള അരിയാണ് കേട്ടോ എടുത്തിരുന്നത്. അപ്പോൾ ആ ബക്കറ്റിൽ നിന്ന് തന്നെ ഓർമ്മയില്ലാണ്ട് അരി എടുത്തിട്ട് അടുപ്പത്തിട്ടു. പിന്നെ തീയാണെങ്കിൽ കത്തണുണ്ടായിരുന്നില്ല, ആകെ പുകഞ്ഞിട്ട് നിൽക്കണുണ്ട്. അപ്പോൾ ആകെ നല്ല പണി കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓലക്കൊടി 2-3 വെക്കുമ്പോൾ അങ്ങനെ കത്തിയിട്ട് ചോറൊക്കെ വേവിച്ചെടുത്തു. ചോറ് വേവിച്ചെടുത്തു നല്ല 2-3 പ്രാവശ്യം തള വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ആ സെൻറ്ററിൽ അടുപ്പിൽ വെച്ചു. പിന്നെ കറി ഈ അടുപ്പിലും വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ വെന്തു അവരൊക്കെ പോകുമ്പോഴേക്കും ചോറും കറിയൊക്കെ എന്തായാലും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാനായിട്ട് മുതിരപ്പേരിയും പിന്നെ മീനൊക്കെ വറുത്തു, മീൻ കറിയും ചപ്പാത്തിയും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നലെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഉച്ചതിരിഞ്ഞിട്ട് മുറ്റടിക്കണ പരിപാടിയാണ്. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് വരുന്ന സമയത്താണ് നമ്മൾ ശംഖുപുഷ്പം അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലോണം ഇതിൽ പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തീരെ പൂവൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നോക്കണ സമയത്ത് ചിലപ്പോൾ 1-2 കിട്ടും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു സമയത്ത് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചെടി നല്ലപോലെ വളർന്നിട്ട് നല്ല പന്തലിച്ച് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാവും. പിന്നെ ഇതേ സൈഡിൽ ചെമ്പരത്തി ഉണ്ടായിരുന്നു കേട്ടോ. ചെമ്പരത്തി മഴ പെയ്തപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ തലപ്പ് വെട്ടിക്കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പൂക്കൾ കുറവാണ്. ചിലപ്പോൾ 1-2 അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നിറയെ പൂക്കളായിരുന്നു കേട്ടോ. സൈഡ് നോക്കിയാൽ ഫുള്ള് ചുവപ്പ് കളർ കാണാം, അത്രയധികം പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെമ്പരത്തിയുടെ ഇലയൊക്കെ ചെമ്പരത്തി പൂവൊക്കെ അരച്ചിട്ട് തലയിലൊക്കെ തേക്കാൻ താളി വെക്കാനൊക്കെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇല്ല. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വാരിയാണ് കേട്ടോ. അപ്പോൾ മുറ്റടിക്കുന്ന സമയത്ത് പുല്ല് അങ്ങനെ പറിക്കാറില്ല കേട്ടോ. ആ സമയത്ത് പുല്ല് പറിക്കലും അടിക്കലും കൂടി ആകുമ്പോൾ സമയം വേഗം പോകും. നമ്മുടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 4 മണി 4:30 ആയാലാണ് ഒന്ന് ഒരു വെയിൽ പോവുക. എന്നാലും നല്ല ചൂടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്. ചുറ്റും മരങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ ചാച്ചുകുട്ടീനെ കൊണ്ടുവരാൻ പോയി വന്നിട്ടാണ് മുറ്റടിക്കാനൊക്കെ നിൽക്കാറുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മുറ്റടിക്കാനൊക്കെ നിന്ന സമയം വേഗം കഴിയും കേട്ടോ. ഉച്ച തിരിഞ്ഞ് തീരെ സമയമില്ലാത്ത പോലെയാണ്. അപ്പോൾ മക്കൾ വരുമ്പോഴേക്കും ചായ ഉണ്ടാക്കി വയ്ക്കും, അല്ലെങ്കിൽ ഓട്സ് എന്തെങ്കിലും കൊടുക്കും. ഇന്നിപ്പോൾ ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ദിവസം നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഒരു കവർ ഇങ്ങനെ സ്ലിപ്പായിട്ട് പോണ പോലെയായിരുന്നു കേട്ടോ മറ്റേ ട്രൈപോഡിൽ വെക്കുന്ന സമയത്ത്. ഇപ്പോൾ ഇന്ന് കറക്റ്റായിട്ട് ഒരു ഗ്രിപ്പുള്ള ഒരു ഫോൺ കവർ നമുക്ക് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ സുഖമായിട്ട് ട്രൈപോഡിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ വെച്ച് നോക്കി എടുത്തതാണ് കേട്ടോ. എന്തായാലും സംഭവം നല്ല കാര്യമായി. ഇങ്ങനെ സ്ലിപ്പായി പോകുമ്പോൾ അതിങ്ങനെ ഫോണ് താഴെ വീഴായിരുന്നു കേട്ടോ, അതിൽ വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
മുറ്റമൊക്കെ അടിക്കൽ കഴിഞ്ഞപ്പോഴാണ് തുണികൾ മേലെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മീൻ മേലെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നു ഉണങ്ങാനായിട്ട്. അപ്പോൾ അതൊക്കെ എന്തായി നോക്കാൻ ചെന്നതാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. കാക്കയുടെ ഒന്നും കണ്ണിൽ പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണക്കാനായിട്ട് മീതെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ വരുന്ന സമയത്തൊക്കെ പരത്തിയിട്ടിട്ടുണ്ടാവും. ഇത് പക്ഷേ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ 2 ലെയറാക്കിയിട്ട് വലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് ഒരു കവറിലാക്കി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒരു വെയിലും കൂടിയും കൊണ്ടാൽ അത് നല്ലോണം ഉണങ്ങും. മേലെ കൊണ്ടുപോയിട്ടാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വല്ല പക്ഷികളൊക്കെ അത് എടുക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും അവിടേക്ക് അങ്ങനെ കാക്കയുടെ ഒന്നും മയിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ടെറസിൽ മയിലും പിന്നെ മറ്റേ ചമ്മല കിളികളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നിറയെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഒന്നും ആ വഴിക്ക് വന്നിട്ടില്ല. അങ്ങനെ അതൊക്കെ എടുത്ത് കൊണ്ടുവച്ചു. പിന്നെ കൈയൊക്കെ കഴുകി വന്നിട്ടാണ് കേട്ടോ തുണികൾ എടുക്കാൻ നിന്നത്. അപ്പോൾ തുണികൾ വലിയ വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ചില തുണികളൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉണങ്ങിയ തുണികളൊക്കെ എടുത്തിട്ട് പോന്നു. പിന്നെ ഉണങ്ങാത്ത തുണികൾ എടുത്തിട്ട് നമ്മുടെ ഹാൻഡ് റെയിലുണ്ടല്ലോ മീതെ, അവിടെ ആണ് കേട്ടോ ഞാൻ ഇടാറുള്ളത്. അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടു. അപ്പോഴേക്കും നമ്മുടെ ചാച്ചുക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചുക്കുട്ടിയോടൊന്ന് വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചു കേട്ടോ മീതെ നിന്നിട്ട്. അപ്പോൾ ചാച്ചുക്കുട്ടി അതാകെ കൊളാക്കി. അതിൽ ഒരു കുഞ്ഞൊരു തുണ്ട മാത്രമേ നമുക്ക് ഇടാൻ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് അത് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതിൽ നിന്നൊരു കുഞ്ഞു തുണ്ടെടുത്തിട്ട് ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പോഴേക്കും ചാച്ചുക്കുട്ടി അവിടെ ഇരുന്നിട്ട് TV കാണുകയാണ് കേട്ടോ. അപ്പോൾ കിച്ചുമോൻ വരാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് അച്ചുമോൾ വരിക. അപ്പോൾ എന്തായാലും ഓട്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ചുമ അങ്ങനെ ഉള്ള കാരണം കൊണ്ട് തന്നെ ഇതൊന്നും കുടിക്കാറില്ല കേട്ടോ, പാല് കുടിക്കാറില്ല. അപ്പോൾ ഈ ഓട്സ് നല്ല ഇഷ്ടമാണ് കേട്ടോ അവർക്ക്, ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിലുള്ള ഓട്സ്. അപ്പോൾ കിച്ചും ഏട്ടനും ജിമ്മിന് പോകണതുകൊണ്ട് കഴിക്കാനായിട്ട് മേടിച്ചതാണ് കേട്ടോ. പക്ഷേ കണ്ടപ്പോൾ എല്ലാവർക്കും വേണം. അപ്പോൾ കുറേശ്ശെ ചാച്ചിക്കുട്ടിക്കും ഇട്ട് കൊടുക്കും. ഞങ്ങളും ഒക്കെ ഇടയ്ക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കുടിക്കാറ്. കിച്ചു മധുരമുള്ളതൊന്നും കഴിക്കില്ല കേട്ടോ, ചായ കുടിക്കാറില്ല. പാലിലും പിന്നെ ഓട്സിലൊന്നും മധുരം ഇടാതൊക്കെയാണ് കേട്ടോ അവൻ കഴിക്കാറുള്ളത്. അങ്ങനെ എന്തായാലും ഓട്സൊക്കെ ഉണ്ടാക്കി. അപ്പോൾ തിളച്ച പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത്തിരി കഴിഞ്ഞാൽ അതിങ്ങനെ കുറുകി വരും കേട്ടോ. അപ്പോൾ അത് അച്ചുമോളുടെ അവിടെ അടച്ചു വെച്ചു. ഞങ്ങൾ കഴിച്ചു. അപ്പോഴേക്കും ബിഗ് ബോസിൽ ഒരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാച്ചു വന്നപ്പോൾ ചാച്ചു ചാനൽ മാറ്റിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെന്തായി നോക്കാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചാച്ചുവിനെ മസ്ക് ഇട്ടിട്ട് ഇത്തിരി നേരം കഴിക്കണ വരെ അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും അച്ചുമോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളുടെ യൂണിഫോമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടി സമയമുണ്ട്. അപ്പോൾ പിന്നെ മേല് കഴുകിയിട്ട് വിളക്ക് വെച്ചാൽ പിന്നെ ഏട്ടൻ വരുമ്പോഴേക്കും അവർക്ക് കഴിക്കാൻ ചക്കര കിഴങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് പുഴുങ്ങാം. കുറേ പേര് നമ്മളടുത്ത് പിന്നെ മറന്നോ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാവരെയും ഓർമ്മ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ആദ്യം തന്നെ അത് നോക്കുക, നമ്മുടെ സ്ഥിരം വരുന്ന ആൾക്കാരൊക്കെ എവിടെ പോയി, ഒക്കെ പിണങ്ങിപ്പോയോ എന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ. കമൻറ്റ് നോക്കുമ്പോൾ ഞാൻ പരിചയമുള്ള കുറേ പേരുണ്ടല്ലോ മുമ്പത്തെ നമ്മുടെ സ്ഥിരം കമൻറ്റ് ഇടുന്നവർ. അപ്പോൾ അവരെ തന്നെയാണ് കേട്ടോ നോക്കാറുള്ളത്. ഇപ്പോൾ 2-3 പേരൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാവരും പിണങ്ങിപ്പോയോ ആവോ. ഞാനും ഇങ്ങനെ തോന്നുമ്പോൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും അതങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരെയും മറന്നിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാവരെയും ഓർമ്മയുണ്ട്. പിന്നെ എല്ലാവരും കമൻറ്റൊക്കെ വായിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കമൻറ്റൊക്കെ വായിക്കാറുണ്ട്. നമ്മളെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദി. അങ്ങനെ തുണികളൊക്കെ കഴുകി കംഫർട്ടിൽ മുക്കിയിട്ട് ഷീറ്റിൻ്റെ അടിയിലിട്ടു കേട്ടോ. ചിലപ്പോൾ പുറത്തിട്ടാൽ രാത്രി മഴ പെയ്യും. അപ്പോൾ എന്തായാലും രാവിലെ എടുത്ത് പുറത്തിടാമല്ലോ. അങ്ങനെ അതൊക്കെ വിരിച്ചിട്ട് ബക്കറ്റൊക്കെ കഴുകി വെച്ചു. പിന്നെ മേലൊക്കെ കഴുകി വിളക്ക് വെച്ചു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും ബായ്.